ഇത്തവണ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നമ്മൾ തരുന്നുണ്ട്, NCERT ക്രാക്കർ. NCERT ക്രാക്കർ എന്താണെന്ന് സിമ്പിളി പറഞ്ഞുതരാം. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 100 പേജാണ് NCERT ബുക്കെങ്കിൽ നമ്മളത് 200 പേജാണ്. എന്നിട്ട് ഒരു പേജിന്റെ ഓരോ ലൈനിൽ നിന്നും വരുന്ന ചോദ്യം ഏതാണോ അത് തൊട്ടടുത്ത പേജിലുണ്ടാവും. അതിന്റെ ഓരോ ലൈനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവോ അതെല്ലാം ഇപ്പുറത്തെ പേജിൽ. ഫിസിക്സ് ആണെങ്കിൽ ഓരോ പാരഗ്രാഫിൽ നിന്ന് ഏതൊക്കെ അസർഷൻ റീസൺ ബിൽഡ് ചെയ്യാവോ അതെല്ലാം ഇപ്പുറത്തുണ്ടാവും. ഇനി അവിടെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട് ഫിസിക്സിൽ. ഫിസിക്സും NCERTയുടെ കുഴപ്പം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും MCQ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കാര്യം അതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടാവും, നമ്പേഴ്സ് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ MCQ ഏതെങ്കിലും പ്രീവിയസ് അത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ കിടപ്പുണ്ടാവും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ NCERT ഉണ്ടാകും, റൈറ്റ് സൈഡിൽ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ NCERT നമ്മൾ അത് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ കീറി മുറിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ പ്രോബ്ലംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ മാസവും ഉറപ്പായിട്ടും ആ NCERT ക്രാക്കർ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. ഇത്തവണ 3 കാര്യങ്ങളുള്ള GIB നോർമൽ, GIB അഡ്വാൻസ്, GIB NCERT, ഈ 3 എക്സാമുകൾ ഉണ്ടാവും ഒരു മാസം.